മോർ ദാൻ 200K ലൈക്സും അബൌവ് 6 മില്യൺ വ്യൂസും കിട്ടിയൊരു വീഡിയോ ആണിത്. പോക്കൃത്തരം കാണിക്കുന്ന, അള്ളാഹുവിന്റെ പേരും പറഞ്ഞിട്ട് പ്രമോഷൻ ചെയ്യുന്ന ബ്ലാഡി ഹിമാർ. ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആക്സെപ്റ്റൻസ് ഷുഡൻറ്റ് ബി ഫോഴ്സ്ഡ്, ഇറ്റ് ഷുഡ് കം നാച്ചുറലി ഇൻ ടു യുവർ മൈൻഡ്സ്. ഒരു സെലിബ്രിറ്റി പറഞ്ഞതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതല്ല. ആ വീഡിയോയിൽ ആ ഉസ്താദ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പം ഞാനൊരു ACCA സ്റ്റുഡൻ്റാണ്. അപ്പം എനിക്ക് കിട്ടുന്ന നോളജ് ആയിരിക്കും ഭാവിയിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ഫിലിം സ്റ്റാർ, ഒരു ക്രിക്കറ്റർ, ഒരു ഫുട്ബോളർ, അപ്പോൾ അവരൊക്കെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവരും അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പ്രൊമോഷനാണ് അവർ ചെയ്യാൻ. അപ്പോൾ ഈ ഉസ്താദ് എന്ന് പറയുന്നത്, ഉസ്താദിൻ്റെ നോളജ് എന്താണ്? ഇൽമുപരമായിട്ടുള്ള ഹദീസ്, ഖുർആൻ, അപ്പോൾ അങ്ങനത്തെ ഓരോ നോളജാണ് ഈ ഉസ്താദിനുണ്ടാകും. അപ്പോൾ ആ ഉസ്താദിൻ്റെ ഒരു നോളജ് വെച്ചിട്ട് വളരെ മാന്യമായി വളരെ നല്ലൊരു ഹദീസ് പറഞ്ഞിട്ടാണ് ആ ഒരു ഉസ്താദ് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തത്. ആ ഉസ്താദ് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മാത്രമേ സ്വർഗത്ത് പോവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മാത്രമേ ഹദീസ് ശരിയാവുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വിക്കി തഗ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പോക്കിരിത്തരമാണ് കാണിച്ചതെന്ന്. ആ വീഡിയോയിൽ എന്താണ് പോക്കിരിത്തരം കാണിച്ചത്? പിന്നെ അതുപോലെ തന്നെ ഉസ്താദിനെ ഓഡ്ര കള്ള ഹിമാറി എന്നുപോലും പറയുന്നുണ്ട്. ഒരു മതപണ്ഡിതനല്ലേ അത്? ഒരു തെറ്റും ചെയ്യാണ്ട് പല വിധത്തിലുള്ള പ്രൊമോഷൻസ് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, വളരെ തോന്നിയാസകരമായിട്ടുള്ള പ്രൊമോഷൻസ് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ നല്ലൊരു പ്രൊമോഷൻ നടത്തിയ ഉസ്താദിനെ ഒരുപാട് പേര് കൂടി ട്രോളി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. വിക്കി തഗിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഒരുപാട് റിയാക്ഷൻസ് ഞാൻ ആസ്വദിക്കലുണ്ട്. ഞാനിങ്ങനെ ഒരു റിയാക്ഷൻ പേജ് തുടങ്ങാൻ കാരണമായ ഒരുപാട് പേരിൽ ഒരാൾ വിക്കി തഗുവാണ്. ബട്ട് ഈ ഒരു വീഡിയോ എനിക്ക് എന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻസിൽ അറിയിക്കാം. താങ്ക് യു.